നഴ്സിംഗ് ഡയറക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കെഇയുടെ വെബ്സൈറ്റിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടല്ലോ. നമ്മൾ മാർക്ക് ലിസ്റ്റുകൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കെഇ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും ഈ പറയുന്ന ലോഗിൻ ഐ ഡിയിൽ കയറി നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കെഇയുടെ വെബ്സൈറ്റിൽ നിന്നും നൽകുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കയറാം. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും അതുപോലെ തന്നെ ക്യാപ്ച കോഡും നൽകി നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ഒരു ഘട്ടമെന്ന നിലയിൽ നമ്മൾക്ക് മാർക്ക് എൻട്രി ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് മാർക്ക് എൻട്രി മെയിനായിട്ട് ഉണ്ടാവുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അങ്ങനെ 4 സബ്ജക്റ്റുകളുടെ മാർക്കുകളാണ് നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം CBSE സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എല്ലാം 100-ൽ തന്നെയാണ് മാർക്കുകൾ വരുന്നതിനാൽ നമ്മൾ 100-ലുള്ള മാർക്ക് തന്നെയായിരിക്കും നമ്മൾ എൻട്രി ചെയ്യേണ്ടതായിട്ട് വരിക. ഇതുകൂടാതെ തന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ടോട്ടൽ മാർക്കുകളും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1200-ലുള്ള ഒരു മാർക്കാണ് നമ്മളിവിടെ സ്റ്റേറ്റ് സിലബസിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന് ആദ്യ സമയങ്ങളിൽ 120 മാർക്കിലുള്ള +2 മാർക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനായിട്ട് നമ്മൾ 100-ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ 200 മാർക്കിൽ, അതായത് ടോട്ടൽ മാർക്കിലുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ 200 മാർക്കിലുള്ള മാർക്കുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് എൻട്രി ചെയ്യേണ്ടതായിട്ട് വരിക. അഥവാ നിങ്ങൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, 100-ലുള്ള മാർക്ക് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ആ ഒരു മാർക്കുകൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ നമുക്ക് 100 മാർക്കിലുള്ള മാത്രമേ എൻട്രി ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ അത് 200 മാർക്കിൽ, അതായത് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവർക്ക് 200-ൽ കിട്ടിയിരിക്കുന്ന +1, +2 ചേർത്ത് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ തന്നെ എൻട്രി ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് അങ്ങനെ 4 സബ്ജക്റ്റുകളുടെ മാർക്കുകളാണ് ഇവിടെ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഓരോ മാർക്കുകൾ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ സേവ് അപ്ഡേറ്റഡ് മാർക്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഓരോ സബ്ജക്റ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മാർക്ക് എൻട്രി ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷം പാസ് ഔട്ടായ കുട്ടികൾക്ക് ഇപ്പോൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകൾ ലഭിച്ചിട്ടില്ല. പക്ഷേ മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് പ്രിൻ്റ് ഔട്ടുകൾ ലഭിച്ചിട്ടുണ്ടാകാം. അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് PDF ഫയലിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് ഒറിജിനൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി തന്നെ നിങ്ങൾക്ക് PDF ഫയലായിട്ട് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ബട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങൾ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ലിസ്റ്റുകൾ ഇവിടെ PDF ഫോർമാറ്റിൽ, അത് 1 MB-യിൽ താഴെയുള്ള സൈസിലുള്ള PDF ഫയലായിട്ട് വേണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്. ആ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം, അതായത് ഈ പറയുന്ന മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഈ പറയുന്ന PDF ഫോർമാറ്റും എല്ലാം നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വ്യൂ PUC ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് ലിസ്റ്റിൽ കറക്റ്റ് ആണെന്ന് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് മാർക്ക് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻറ്റ് മാർക്സ് കാർഡിൽ നിങ്ങൾ അമർത്തുമ്പോൾ നമുക്ക് കെഇയുടെ വെബ്സൈറ്റിൽ എൻ്റർ ആയിരിക്കുന്ന മാർക്കുകൾ വീണ്ടും ഡിസ്പ്ലേയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് കാർഡ് നിങ്ങളുടെ പ്രിൻ്റ് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർക്കുകൾ കെഇയിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.